ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്പൈസി ഗിഗിൾസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി കണവ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് പെരുംജീരകം, കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്കൊരു മീഡിയം സൈസ് സവോള ആഡ് ചെയ്യാം. 2 സവോളയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. സവോളയൊന്ന് നന്നായി വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സവോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കണവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അതിനു മുമ്പായി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ആദ്യം കുരുമുളക് ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതിയാവും. ഇനി ഈ കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് വളരെ കുറച്ച് ചേർത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ സോസ് റോസ്റ്റിനെല്ലാം നല്ലൊരു ഫ്ലേവർ നൽകുന്നതാണ്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.